ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 19-ാം തിരുവചനം. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവിൽ നമ്മൾ പ്രത്യാശ വെച്ചിരിക്കുന്നത് ഈ ലോകത്തിലെ സമൃദ്ധിയിൽ തിന്നും കുടിച്ചും ജീവിക്കാൻ, അത് ഏത് മാർഗത്തിലൂടെ പണം സമ്പാദിക്കാൻ പറ്റുമോ അത് സമ്പാദിച്ച് സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് കർത്താവുമായിട്ട് നമ്മൾ ബന്ധം പുലർത്തുന്നതെങ്കിൽ, കർത്താവിൽ നമ്മൾ പ്രത്യാശ വെച്ചിട്ടുള്ളതെങ്കിൽ മറ്റുള്ള എല്ലാവരെക്കാളും നിർഭാഗ്യരായ മനുഷ്യരാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള യാത്രകൾ എന്ന് പറഞ്ഞാൽ വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലാണ് യാത്ര ചെയ്യുന്നത്. ഏതൊരു മേഖലയിൽ നോക്കിയാലും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മുടെ മിഷൻ തന്നെ മാറി. ഉദാഹരണത്തിന് അനേകം മിഷൻ ഹോസ്പിറ്റലുകൾ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ മിഷൻ മാറ്റി ഹോസ്പിറ്റൽ മാത്രമായി, മൾട്ടിനാഷണൽ ഹോസ്പിറ്റലായി. നേരത്തെ എല്ലാം മിഷൻ ഹോസ്പിറ്റലുകളായിരുന്നു. മറ്റുള്ളവർക്ക് സേവനം ലഭിക്കാൻ, മറ്റുള്ളവർക്ക് സാധാരണക്കാരന് ഒന്ന് കടന്നു ചെല്ലാനും അവനൊരു രോഗം വന്നാൽ ചികിത്സിക്കാനും പറ്റുന്ന ഇടങ്ങളായിരുന്നു. ഇപ്പോൾ അതല്ല. കയ്യിൽ അതിന് മാത്രം കെട്ടുകണക്കിന് രൂപയുണ്ടെങ്കിൽ മാത്രമേ ഇവിടെയൊക്കെ കയറി ചെല്ലാൻ പറ്റുള്ളൂ. ഈ അടുത്തിടയ്ക്ക് എറണാകുളത്ത് നമ്മുടെ തന്നെ ഒരു ആശുപത്രിയിൽ ഒരു സഹോദരന് ഹാർട്ടിന് കംപ്ലൈൻ്റ് ആയിട്ട് ഒരു കപ്പ്യാരാണ്, കട്ടപ്പന ഇടുക്കി മേഖലയിൽ നിന്ന് ഒരു കപ്പ്യാരെ നാട്ടിൽ കൊണ്ടുവന്ന് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഹോസ്പിറ്റലൊന്നും ഞാൻ പേര് പറയുന്നില്ല. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ ചിലവായി. അവിടുത്തെ വികാരി അച്ഛൻ ലെറ്റർ കൊടുത്തു വിട്ടു, ഇത് പള്ളിക്കപ്പ്യാരാണ്, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ലക്ഷക്കണക്കിന് രൂപ അയാളടുത്ത് 3000 രൂപ കൺസെഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന കുടുംബമാണ്. പക്ഷേ ആ രോഗിയുടെ മകൻ പറഞ്ഞു 3000 രൂപയായിട്ട് തരണ്ട, അത് ഏതായാലും ഇരിക്കട്ടെ, സഭയ്ക്കൊരു ഇതാവുമല്ലോ. അപ്പോൾ എവിടെ പോകുന്നു ഓരോ കാര്യങ്ങൾ. ഞാൻ ഒരു സ്ഥലത്തെ മാത്രം ഇത് ചെയ്ത് പറഞ്ഞില്ല, ഇതുപോലെ ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. എവിടെ നോക്കിയാലും സാമ്പത്തിക സ്രോതസ്സിന് വേണ്ടി, സ്കൂളായിക്കോട്ടെ, അഡ്മിഷൻ ആയിക്കോട്ടെ, അപ്പോയിൻമെൻറ്റുകളായിക്കോട്ടെ, എല്ലായിടത്തും എവിടെ നോക്കിയാലും സാമ്പത്തികം നമുക്കെന്ത് ലാഭമുണ്ട്, ഈവൻ ഒരു കൺവെൻഷൻ നടത്തിയാൽ പോലും അതുകൊണ്ട് നമുക്കെന്ത് ലാഭം കിട്ടുമെന്നുള്ളതാണ് ആദ്യം കണക്ക് കൂട്ടുന്നത്. കർത്താവ് ഇതാണോ നമ്മളോട് പറഞ്ഞിരിക്കുന്നതെന്ന് തിരിഞ്ഞു നോക്കണം. കർത്താവ് എന്താണ് നമ്മളോട് പറഞ്ഞത്? നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷപ്പെടും, അല്ലാത്തവൻ ശിക്ഷിക്കപ്പെടും. അത് കർത്താവിൻ്റെ കാര്യമാണ്. അപ്പം നമ്മുടെ വിളിക്ക് അനുസരണമല്ലാതെയുള്ള ജീവിത രീതികൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, അന്ന് കർത്താവ് കയറുകൊണ്ട് ചാട്ടയുണ്ടാക്കിയെങ്കിൽ ഇന്ന് കർത്താവ് രണ്ടാമത്തെ വരവിന് എന്ത് വേണ്ടി വരും നമ്മളെ കൈകാര്യം ചെയ്യാൻ? എൻ്റെ പ്രാർത്ഥന, കർത്താവേ വീണ്ടും എത്രയും പെട്ടെന്ന് വേഗം വരണമേ എന്നാണ് പ്രാർത്ഥന. കാരണം അത്രമാത്രം അരാജകത്വത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനും എടുക്കപ്പെടട്ടെ, ഒരു കുഴപ്പമില്ല, എന്നെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. എന്നാൽ പോലും ഈ പൈശാചികമായ ഒരവസ്ഥയിൽ നമ്മുടെയൊക്കെ റൂട്ട് മാറിക്കൊണ്ടിരിക്കുക. എല്ലാ ക്രിസ്തുവിലായിരിക്കുന്ന സഭകളെ, എല്ലാ സഭകളെയും കൂടെ ഒരുമിച്ചാണ് പറയുന്നത്. ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന സകല ഗ്രൂപ്പുകളും എവിടെ ചെന്നാലും സ്വസ്ത്രക്കാഴ്ച. ഈ അടുത്ത് ഞാനൊരു സ്ഥലത്ത് പോയി, പെന്തക്കുസ്ത സമൂഹത്തിലുള്ള ഒരു സഹോദരൻ എന്നെ വിളിച്ചു കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഒരു സഹോദരൻ, അവിടുത്തെ ഒരു ലീഡർഷിപ്പ് വയ്ക്കുന്ന സഹോദരൻ പറയുക, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, ആ സഹോദരൻ പറയുകയാണ്, നിങ്ങൾ സ്വസ്ത്രക്കാഴ്ച ഇട്ടത് ഒന്നിൻ്റെ നോട്ട് തന്നെയാണ് ഇട്ടത്, $1 തന്നെയാണ് ഇട്ടത്. എണ്ണി അവർ മടുത്തു. വലിയ നോട്ടുകളിടും, വലിയ നോട്ടുകൾ ഇട്ടാൽ വലിയ അനുഗ്രഹം. ഇതാണോ ക്രിസ്തു പറഞ്ഞത്? ഈ ഒരു തലത്തിലേക്ക് എല്ലാം, ഞാൻ ഒരാൾ മാത്രമല്ല കുറ്റപ്പെടുത്തി, സകല മനുഷ്യരും, സകല ദേവാലയങ്ങളും, സകല സ്ഥലങ്ങളിലും ഇതെല്ലാം സാമ്പത്തികം ഉള്ളവനൊരു ഇത്, അല്ലാതെ ഉള്ളവന് മറ്റൊരിത്. ഈ തലത്തിലൊക്കെ മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു. ക്രിസ്തു അങ്ങനെയായിരുന്നു. ക്രിസ്തു എല്ലാവരുടേതുമാണ്.
സകല ജനപദങ്ങൾക്കും വേണ്ടിയാണ് ക്രിസ്തു ഈ ഭൂമിയിൽ ജാതനായത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിനെതിരായ എതിർ സാക്ഷ്യമല്ല ചെയ്യുന്നതെന്നൊന്ന് തിരിഞ്ഞു നോക്കേണ്ടത് അത്യാവശ്യ ഘടകമാണ്. ഒന്ന് തിരിഞ്ഞു നോക്കണം. ഒരു ധ്യാനം നടത്തിയാൽ എന്ത് ലാഭം കിട്ടും? ആത്മാക്കളെ രക്ഷ ആര് ചിന്തിക്കുന്നു? ആർക്കാണത് വേണ്ടത്? ഈ ഒരു തലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ദയനീയമാണ്. വളരെ ദയനീയം എന്ന് പറഞ്ഞാൽ വളരെ ദയനീയം. കർത്താവ് എത്രയും പെട്ടെന്ന് വരട്ടെ. അതാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ. ഇപ്പോൾ അതാണ് നല്ലത്. എത്രയും പെട്ടെന്ന് കർത്താവ് കടന്നു വരട്ടെ. ഈ ഒരു അവസ്ഥയിൽ പോകുമ്പോൾ വരും തലമുറകളുടെ എല്ലാ വിശ്വാസവും നശിച്ചു പോകും. ഈ കണ്ടീഷനിൽ പോകുന്നു. ഇതൊക്കെയല്ലേ കാണുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് സ്പ്രെഡും ആകും. എല്ലാവരും കാണുകയും ഫോട്ടോ എടുത്ത് അറിയിക്കുകയും മറ്റുള്ള വഴികളിൽ അറിയിക്കുകയൊക്കെ ചെയ്യും. വേദന കൊണ്ടാണ് ഞാനിതെല്ലാം പങ്കുവയ്ക്കുന്നത്. സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അല്ലാതെ തന്നെ കർത്താവിൻ്റെ പേരിൽ പറഞ്ഞ് ഈ അടുത്ത ഒത്തിരി കാലങ്ങളായിട്ട് ഞാൻ കാണുന്നതാണ്. എനിക്ക് വളരെ ദയനീയമായി ഇതൊക്കെ കാണുമ്പോൾ പറയാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. തെരുവിൽ ഭക്ഷണം കൊടുക്കുന്നവരെ അവർ ഫോട്ടോ എടുത്തിട്ട്, എല്ലാ മനുഷ്യനും വ്യക്തിത്വമില്ലേ? സകല മനുഷ്യർക്കും വ്യക്തിത്വമുണ്ട്. എന്താണ് ഇങ്ങനെയൊക്കെ? നിൻ്റെ ഓരോ ഞാനിപ്പോൾ ചെയ്യുമ്പോൾ എൻ്റെ അപ്പനും അമ്മയാണ് നിൽക്കണമെങ്കിൽ ആ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തിട്ട് കാണിക്കുമ്പോൾ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകും. ഭക്ഷണം കഴിക്കാനായിട്ട് വിശന്നിട്ടല്ലേ അവർ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ദൈവത്തെ പ്രതിയാണ് നിങ്ങളത് ചെയ്യുന്നതെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ പൊന്നു സഹോദരങ്ങളെ അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾ പിരിവെടുത്തോ, നിങ്ങൾക്ക് ജീവിക്കാനായിരിക്കാം. അതിനൊന്നും ഞാനൊന്നും പറയുന്നില്ല. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ നിങ്ങളൊരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന പരിപാടിയാണ് മറ്റുള്ളവരുടെ അടുക്കൽ ഇവരുടെ ഫോട്ടോ ക്യൂവിൽ നിന്ന് ഭിക്ഷാടനത്തിൽ നിൽക്കുന്ന പോലെ വിശക്കുന്നവനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത്. അത് നിങ്ങൾ കർത്താവിനെതിരായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. ദൈവഹിതത്തിനെതിരായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. കർത്താവിൻ്റെ നാമം പറയുന്ന പലരും അത് ചെയ്യുന്നത് ഞാൻ കാണുന്നു വീഡിയോയിലൊക്കെ. പലരും എനിക്ക് വീഡിയോ ഇടുന്നു അതിനു വേണ്ടിയിട്ട്, പിരിവെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത്. അല്ലാതെ വേറൊന്നിനുമല്ല. ഈ പണി ഞാനും ചെയ്തിരുന്നതാണ്. ഞാൻ ഈ ഭക്ഷണ ശുശ്രൂഷ 8-10 വർഷത്തോളം ഞാൻ ചെയ്തതാണ്. ഞാൻ ഒരുത്തൻ്റെ ഫോട്ടോ ആരെങ്കിലും ഇട്ട് എവിടെയെങ്കിലും കാണിച്ചു തന്നാൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ ചെയ്യാം. തെരുവിലും കൊടുത്തിട്ടുണ്ട്. തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും വർഷങ്ങളോളം ഈ കൊറോണ വരെ ഞാൻ കൊടുത്തിരുന്ന വെള്ളിയാഴ്ച ദിവസങ്ങളിൽ. അപ്പോൾ എനിക്ക് നല്ല ചങ്കൂറ്റത്തോടെ പറയാൻ പറ്റും, ഒറ്റൊരുത്തൻ ഫോട്ടോ എടുക്കില്ല. എൻ്റെ ഗ്രൂപ്പിലുള്ള ഒരാൾ ഒരു പ്രാവശ്യം ഒരു സഹോദരൻ അബദ്ധം പറ്റി ഫോട്ടോ എടുത്ത് ഞാനില്ലായിരുന്ന ദിവസം അത് ഫേസ്ബുക്കിൽ ഇട്ടതിന് ആദ്യമായിട്ട് ആ സഹോദരനെ ഞാൻ പരിചയപ്പെടുന്നത് അങ്ങനെയാണ്. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ. ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ളതല്ല. സന്തോഷ് നല്ലൊരു പയ്യനാണ്. അവൻ നമ്മൾ ചെയ്യുന്നൊരു നല്ല പ്രവൃത്തി 10 പേരെ അറിഞ്ഞോട്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ ഈശോയെ പ്രതി ചെയ്യുമ്പോൾ എന്തിനാണ് എനിക്കതിൻ്റെ ആവശ്യമില്ല. വേറൊരാളെ കയ്യടി ആവശ്യമില്ല. ഈശോ പറഞ്ഞതിനെ ചെറിയവരിൽ ഒരുവന് നൽകുമ്പോഴെല്ലാം അത് എനിക്ക് തന്നെയാണ് നൽകുന്നതെന്നാണ്. ആ തിരുവചനമാണ് നടക്കുന്നത്. പക്ഷേ മറ്റുള്ള മനുഷ്യർക്ക് എല്ലാവർക്കും അവർക്കൊക്കെ വ്യക്തിത്വമുണ്ട്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഒരിക്കലും നിങ്ങൾ അവഹേളിക്കരുത് ഒരു മനുഷ്യനെയും. അത് തെറ്റാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ ജീവിതത്തിന് വേണ്ടി ഇങ്ങനെയുള്ള ക്രമക്കേടുകളൊക്കെ ചെയ്ത് ദൈവത്തിനെതിരായി മാറരുത്. ഒരു മാറ്റപ്പെടൽ അനിവാര്യമായിരിക്കുകയാണ്. ഈ തിരുവചനത്തിൻ്റെ അനന്തമായ ശക്തി ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും, അവരുടെ കുടുംബങ്ങളുടെ മേലും, അവരുടെ ദേശങ്ങളുടെ മേലും, അവരായിരിക്കുന്ന എന്ത് ശുശ്രൂഷയാണോ അതിൻ്റെ മേലും പരിശുദ്ധാത്മാവിൻ വലിയ പുത്തനഭിഷേകം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.